IFFKയിലെ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിലും പ്രദർശിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പലസ്തീനിയൻ പ്രതിരോധം ഇതിവൃത്തമായതടക്കം 19 സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത്. 2 ദിവസങ്ങളിലായി റദ്ദ് ചെയ്യപ്പെട്ടത് 20-ലധികം പ്രദർശനങ്ങൾ. പലരും സിനിമ കാണാൻ കഴിയാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങി. IFFK വേദിയിൽ പ്രതിഷേധം നടന്നു. പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം. പിന്നാലെ കേന്ദ്ര നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നിർചിത്രമാണ് IFFKയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി. ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളടക്കം എത്രയും വേഗം പരിഹരിക്കാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. സർക്കാരിന്റെ തീരുമാനം ധീരമെന്ന് സംവിധായകൻ മധുപാൽ. 19 സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഈ ചലച്ചിത്രങ്ങൾ കാണിക്കാമെന്ന് ധീരമായ ഒരു തീരുമാനമെടുത്ത ആദരണീയനായ സജി ചെറിയാൻ മിനിസ്റ്റർ ഏറ്റവും ഗംഭീരമായിട്ട് തീരുമാനം തന്നെയാണ് എടുത്തത്. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയെ വിമർശിച്ച് സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. സിനിമകൾക്ക് അനുമതി ലഭിക്കാതെ ഷെഡ്യൂൾ ചെയ്യുന്ന രീതി ശരിയല്ലെന്നായിരുന്നു വിമർശനം. ഡോക്ടർ ബിജുവിനെ തള്ളി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമൽ രംഗത്തെത്തി. ഡോക്ടർ ബിജു പറഞ്ഞത് ശരിയല്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മേളയെ വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും കമൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.